ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നൻപകൽ നേരത്തെ മയക്കം, ഡയറക്റ്റഡ് ബൈ ലിജോ ജോസ് പെല്ലിശ്ശേരി. അതെ, സിനിമയുടെ ഒരു വൺ ലൈൻ പറയുകയാണെങ്കിൽ വേളാങ്കണ്ണിയിൽ ടൂറ് പോയിട്ട് വരുന്ന ഒരു നാട്ടിലെ കുറച്ച് പേർ അവർക്ക് തമിഴ്നാട്ടിൽ വെച്ച് അനുഭവിക്കുന്ന ചില അപ്രതീക്ഷിതമായ മുഹൂർത്തങ്ങളിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്, സഞ്ചരിക്കുന്നത്. അതെ. ഇനി പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ മമ്മൂക്ക ഒരു രക്ഷയില്ലായിരുന്നല്ലേ, സൂപ്പർ അഭിനയം എന്ന് ഒന്നും പറഞ്ഞാൽ പറയില്ല. ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയേണ്ടി വരും. സത്യം. അതിനൊരു പട്ടി വന്നിട്ടുണ്ട്, ആ പട്ടി വരെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മൃഗങ്ങളെയൊക്കെ കൊണ്ട് എങ്ങനെ ഇതേപോലെ ചെയ്യണമെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. സീരിയസ്ലി. ഡയറക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. എല്ലാ പുള്ളിയുടെ പടം കാണുന്ന ആൾക്കാർക്ക് അറിയാം, പുള്ളിയുടെ എല്ലാ പടവും ഡിഫറെന്റ് ആണ്. അതുപോലെ ഒരു ഫിലിം തന്നെയാണ് നൻപകൽ നേരത്തെ മയക്കം. ഇതിലൊരു വേറിട്ടൊരു ഫിലിം, വേറിട്ടൊരു മമ്മൂക്ക. ഫ്രെയിം എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ ഫ്രെയിമാണ്, കിടിലം, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമും. എല്ലാവരും മസ്റ്റ് വാച്ച് സിനിമ എന്ന് പറയും. പക്ഷേ സത്യം, എല്ലാ 100% എല്ലാവർക്കും പറ്റിയ ഫിലിം ആയിരിക്കത്തില്ല ഇത്. സ്ലോ പേസ് ആണ്, ഒരു അവാർഡ് പടം പോലെയാണ്. അപ്പം സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒബിയസ്ലി പടം എന്തായാലും കാണേണ്ട ഒരു പടം തന്നെയാണ്. കലയെ സ്നേഹിക്കുന്നവർക്ക് എന്തായാലും ഇതൊരു വിരുന്ന് തന്നെയാണ്. സത്യം. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒന്നും പറയില്ല. മമ്മൂക്കി എന്തായാലും ഒരു ഫസ്റ്റ് ഹാഫ് ഇന്റർവെലിന് തൊട്ട് മുന്നേ ഒരു പുള്ളിക്കാരൻ്റെ ഒരു സീനുണ്ട്, ഗൂസ് ബംസ് വന്നുപോയി. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇമോഷണൽ സീനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ, നമ്മൾ കരഞ്ഞു പോകും. അതേപോലെ അത്രയ്ക്ക് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെ പറയുകയാണെങ്കിൽ ഓരോരുത്തരും വരുന്ന എല്ലാവരും അവരുടെ നല്ല രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ പേരൊന്നും അറിയില്ലായിരുന്നു, പക്ഷെ അടിപൊളിയായിട്ട്. ഇതില് BGM ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ BGM ആയിട്ടൊന്നുമില്ല, ഇതിന് സാഹചര്യത്തിനനുസരിച്ചുള്ള പഴയ തമിഴ് മൂവീസിന്റെ പാട്ടുകളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു ഫിലിം അല്ല, ഇപ്പോഴും പറയുവാണ്. LJPയുടെ മൂവി ഉള്ളവർക്ക് ഇതൊരു മസ്റ്റ് വാച്ച് ഫിലിം തന്നെയാണ്. നമ്മൾ ഹൈലി റെക്കമെൻഡഡ് ആയിട്ട് പറയുകയാണ്. LJPയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ, ഇത് അയാളെ കൊണ്ട് മാത്രമേ ഇതേപോലെ പറ്റുള്ളൂ. ഫ്രെയിമൊക്കെ കണ്ടു നിറഞ്ഞു, അതേപോലെ സൂപ്പർ ഫ്രെയിമും. ഞങ്ങൾ 2022 തന്നെ മോസ്റ്റ് അവൈറ്റിംഗ് ആയിട്ടുള്ള സിനിമ ആയിരുന്നത്. IFFK കാണാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചു, പക്ഷെ അതിനുള്ള സാഹചര്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പൊ അതിനുള്ള എല്ലാം തീർത്തിട്ടുണ്ട്. മനസ്സ് നിറഞ്ഞു, അത്രയ്ക്കും ഇതായിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത്. അത്രയ്ക്കും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു പെർഫോമൻസ് ആയിരുന്നു. ഇത്രയും പെർഫോമൻസ് പ്രതീക്ഷിച്ചില്ല. ലിജോ ജോസ് ഇതുപോലെ മമ്മൂട്ടിയെ പറ്റി സൂചിപ്പിച്ചായിരുന്നു പുള്ളിയുടെ പെർഫോമൻസ്, പക്ഷെ നമ്മൾ വിചാരിച്ചതിലും ലെവലായിരുന്നു, വേറെ ലെവലാണ്. ഒബ്വിയസ്ലി എന്തായാലും ഒരു സ്റ്റേറ്റ് അവാർഡ് അത് ഉറപ്പായിട്ട് ലഭിച്ചിരിക്കും. ചെറിയൊരു സ്റ്റോറിയാണ് ഇതിലുള്ളത്, പക്ഷേ ആ സ്റ്റോറിയെ എങ്ങനെ മാക്സിമം എടുത്തു വയ്ക്കാൻ പറ്റുമോ അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. സത്യം. അതിന് 100% നീതീകരിക്കണ പെർഫോമൻസും കൂടെ ആയപ്പോ എന്തായാലും കൊടുക്കണ പൈസ നമുക്ക് വർത്തായിട്ട് തോന്നും. ഇതിപ്പോ വേറൊരു ഡയറക്ടർ ആണെങ്കിൽ ഇത്രയ്ക്കും നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല. നമ്മൾ ചുമ്മാ ഒരു വെറും ബോറായിട്ട് നമ്മൾ ഇരിക്കത്തുള്ളൂ. പക്ഷെ LJPയുടെ ഫിലിം ആയതുകൊണ്ട് പുള്ളിയുടെ ഒരു സ്ഥിരം എല്ലാം ഉണ്ടായിരുന്നു. ഈ മയ്യാവിലും നമ്മള് എല്ലാത്തിലും കാണുന്ന ഒരു ഫ്രെയിമും ആ ഒരു എല്ലാം ഉണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ പുതുതായിട്ടൊരു സാധാരണ പുള്ളിയുടെ സിനിമയൊക്കെ ഡാർക്ക് ടോണിലോട്ടാണ് പോണത്. ഇത് ഫുള്ള് വൈറ്റ് ടോൺ ആയിരുന്നു. എല്ലാവർക്കും നല്ല കണക്ട് ചെയ്യാൻ പറ്റും. മമ്മൂക്കയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ തമിഴനായിട്ട് അങ്ങ് ജീവിക്കായിരുന്നു. ഈ ഒരു പ്രായത്തിലും ഇതുപോലെ അഭിനയിക്കുന്ന ഒരു നടൻ ഞാൻ കണ്ടിട്ടില്ല. സത്യം. ഈ ഇന്ത്യൻ സിനിമയെ തന്നെ ഇത്രയും ഏജ് ആയിട്ട് ഇത്രയും നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു താരം ഉണ്ടാകുന്നു. ഒരു പരകായ പ്രവേശം തന്നെയായിരുന്നു പുള്ളി. സത്യം. നമ്മള് കണ്ണ് നിറഞ്ഞു പോകും ആ ഇമോഷണൽ സീനെ കാണുമ്പോൾ. സത്യത്തിൽ കണ്ണ് പുള്ളിയെ പറ്റി നമുക്ക് ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇതില് എന്താ പറയാ, പുള്ളി അങ്ങ് ജീവിക്കുകയായിരുന്നു. ആ ക്യാരക്ടറായിട്ട് അങ്ങ് ജീവിച്ച് വല്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. LJPയുടെ മൂവീസ് ഒക്കെ കാണുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് പോയി കാണാം. അത് നിങ്ങളെ നിരാശപ്പെടുത്തില്ല, 100% ഗ്യാരണ്ടിയാണ്.
അല്ലാതെ ഇപ്പോഴേ പറയുന്നത് ഒരു ഫാസ്റ്റ് ടൈപ്പ് ഒരു എൻഗേജ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പടമല്ല. സ്ലോ പേസ് ആണ്, ഒരു അവാർഡ് ആ ഒരു ടൈപ്പ് ഫിലിമാണ്. അപ്പോൾ കാണുന്നുള്ളവർക്ക് കാണാം. എന്തായാലും കണ്ട് വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം അടുത്ത് പുതിയ പരീക്ഷണങ്ങളുമായിട്ട് വരുന്ന സംവിധായകർക്ക് ഇത് വലിയൊരു പ്രോത്സാഹനമായിരിക്കും. ഞങ്ങൾ പടം കാണാൻ പോയത് ഏരിയസ് പ്ലസിലാണ്. നല്ലൊരു നല്ല കേരളത്തിൽ തന്നെ ഒരു നമ്പർ 1 തിയേറ്ററിൽ ഒന്നാണ്. അവിടെ നല്ല നല്ല ക്രൗഡുണ്ടായിരുന്നു. എല്ലാരും നല്ലപോലെ ഫിലിം ആസ്വദിച്ച് വരുമായിരുന്നു. നമ്മുടെ തൊട്ട് ഫ്രണ്ടില് കുറച്ച് ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പം ഈ അത്യാവശ്യം നല്ല സ്ലോ പേസ് ആണ്. അപ്പൊ ഒരുപാട് സൈലൻസ് ആയിട്ടുള്ള ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു. അപ്പം ആ സീനിൽ അത്രയ്ക്കും അനോയിങ് ആയിട്ടുള്ള ഒരുപാട് ഇതേപോലുള്ള ആൾക്കാര് കലയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സീരിയസ്ലി നല്ലപോലെ നമുക്ക് ദേഷ്യം വന്നു. കാര്യം നമ്മൾ ആ ഒരു ഫീൽ ഇരിക്കുകയായിരുന്നു പടം കണ്ട്. അപ്പം വളരെ വൾഗറായിട്ട് കുറെ കമന്റ്സ് അങ്ങനെയുള്ള ആരും പടം കാണാൻ പോകരുത്. അപ്പോൾ ഇത്രയാണ് ഞങ്ങൾക്ക് സിനിമയെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്കുള്ള പ്രോത്സാഹനങ്ങളാണ്. സോ ബൈ ഗൈസ്. This is Surya and this is Rahul. ഇത്രേ ഓഡിയൻസ് ഉണ്ടായിരുന്നതിൽ ഒരുത്തം ഒരു ഒന്നുമല്ല ചിത്രം.